മനു കണ്ടോ, ആളുകൾ തിങ്ങി നിറഞ്ഞേക്കാണ്. ഇനി എറണാകുളം ശിവകുമാറിനെ വരവേൽക്കാൻ വേണ്ടി പൂര വിളംബരം കാണാൻ വേണ്ടി തിങ്ങി നിറഞ്ഞ ആളുകൾ ഇങ്ങനെ കാത്തുക. ഏറെ സമയമായി, ഏകദേശം 2 മണിക്കൂറെങ്കിലും ആയി ആളുകൾ നമുക്കൊപ്പം നിൽക്കുന്നു. വലിയ ആവേശത്തിലേക്ക് പൂര വിളംബരം നടത്താനായി എറണാകുളം ശിവകുമാർ നെയ്തലക്കാവമ്മയുടെ തിടമ്പേറ്റിക്കൊണ്ട്. അതെ മധുവേട്ട, നെയ്തലക്കാവിൽ അമ്മയുടെ വരവ് അത് വളരെ പ്രധാനമാണ്. ഇത്തവണ എറണാകുളം ശിവകുമാറാണ് അല്ലേ ആഢ്യത്തോടുകൂടി ഇങ്ങോട്ടേക്ക് എഴുന്നള്ളുന്നത്. പറയൂ. നെയ്തലക്കാവിന്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ അതിഗംഭീരാണ്. കാരണം നെയ്ത്താലത്തിലേന്തിയ ഒരു ഭഗവതി കടന്നു വരികയാണ്. നെയ്യ് എന്ന് പറയുമ്പോൾ അത് അമൃതം എന്ന കൺസെപ്റ്റിലാണ് പ്രത്യേകിച്ചും ശൈവ സമ്പ്രദായത്തിൽ കാണുന്നത്. അത് ഇവിടെ മാത്രമല്ല, ലോകം മുഴുവൻ. ഈ അമൃതം എന്ന് പറയുമ്പോൾ മരണത്തെ അതിജീവിക്കാൻ പ്രാപ്തമായ ഒന്ന്, അതാണ് നെയ്യ്. ആ നെയ്ത്താലത്തിൽ നെയ്തലക്കാവ് ഭഗവതി വരുന്നു. ഈ ഭഗവതിമാരെന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാക്കിലും ആരുടെയെങ്കിലും കൊടയമ കയറി അല്ലെങ്കിൽ വടിയമ കയറി ഒരിടത്ത് ചെന്ന് പ്രതിഷ്ഠിക്കുന്നു. ആ ഇഷ്ടഭക്തനൊപ്പം വന്നിട്ട് ഞാൻ ഈ ഒപ്പം നിങ്ങൾക്കൊപ്പം ഇവിടെ ഉണ്ടാവും, നിങ്ങൾ എന്നെ തൊഴാൻ ഇവിടെ വന്നാൽ മതി. അങ്ങനെയാണ് കേരളത്തിൽ ഒരുപാട് അമ്പലങ്ങൾ അങ്ങനെയുണ്ട്. പക്ഷെ നെയ്തലക്കാവിലൊരു പ്രത്യേകതയുണ്ട്. നെയ്തലക്കാവ് അവിടുത്തെ ഒരു പ്രമാണിയായിരുന്ന നമ്പിടിയുടെ വീട്ടിൽ നിന്ന് നെയ്തലക്കാവ് അമ്പലത്തിലേക്ക് ഭഗവതി വരിക കൊടയമ കയറിയിട്ട്. അമ്പലത്തിൽ ഇദ്ദേഹം എല്ലാ ദിവസവും വന്നിട്ട് അവിടുത്തെ നെയ്തലക്കാവിൽ ശിവക്ഷേത്രമായിരുന്നു, അവിടെ വന്ന് തൊഴും എന്നുള്ളതാണ് അവിടുത്തെ സങ്കല്പം. അദ്ദേഹം തൊഴാറുണ്ട്. ആ തൊഴുമ്പോൾ കൊട എടുത്തിട്ട് കിട്ടുന്നില്ല. അവിടെയാണ് ഭഗവതി അവിടെ വന്നിരിക്കുകയാണ്. മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് അതാണ്. ഭഗവതി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. പിന്നെ വിഭീഷണ നാടല്ലേ പഴയന്നൂര്. ഈ പഴയന്നൂരിന് ഒരു പ്രത്യേകതയുണ്ട്. കൊച്ചി രാജാക്കന്മാരുടെ ദേവത പഴയന്നൂരായിരുന്നു. ആ പഴയന്നൂർ ഭഗവതിയെ കൂടി ഇവിടേക്ക് കൊച്ചി രാജാക്കന്മാർ ആഘോഷിക്കുന്നുണ്ട്. അതുകൂടി ഉണ്ട് നെയ്തലക്കാവിന്റെ അമ്മയുടെ കഥയിലേക്ക് ഞാൻ പിന്നെ പറയാം. ശരി, അപ്പൊ എന്തായാലും അല്ലേ മേളം ഗംഭീരമായി പുരോഗമിക്കുന്നുണ്ട്. ആ വരവിന് വേണ്ടി നമ്മളിങ്ങനെ കാത്തേക്ക്. ഇവിടെ മുഴുവൻ ആളുകൾ തിങ്ങി അങ്ങ് റോഡ് വരെ അല്ലേ, റോഡ് വരെ ആളുകൾ മേളം കാണുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ. മേളം കുറച്ചു നേരം കണ്ടാലോ. ശരി, മേളത്തിലേക്കൊന്ന് പോവാം. ശരി, അപ്പോ മേളം ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ കാണാം എറണാകുളം ശിവകുമാർ നെയ്തലക്കാവിലമ്മയുമായി എത്തുമ്പോഴുള്ള ആ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ. അതിൽ